എന്തിന് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മതേതരത്വം അവർ തകർക്കാൻ ശ്രമിക്കുന്നു? RSSO. അതെ, സംഘപരിവാർ സംഘടനകൾ. കാരണം ബജറംഗ് ദൾ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. പലർക്കും അവിടെ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, അതായത് മിഷണറി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല. ഒരു പാവപ്പെട്ടവരുടെ കൂടെ നടന്നാൽ പോലും അത് മതപരിവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് ഇവിടെ നിന്ന് കേൾക്കുന്നത്. ഇത് മതപരിവർത്തനം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ വിഷയങ്ങളിലും ഇന്ന് ഇടപെടുന്ന ഒരു ശക്തിയായി RSS വളർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷ സ്വതന്ത്ര സംഘടനയായിട്ട് RSS ഇന്ന് രൂപം കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സംഘടന. അപ്പോൾ ആ ലോകത്തെ ഏറ്റവും വലിയ സംഘടന നിലനിൽക്കുന്നത് ഇന്ത്യയിലാവുമ്പോൾ ഇന്ത്യയിലെ എല്ലാ വിഷയങ്ങളിലും അവർ ന്യായമായിട്ടും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അങ്ങനെയാണ്. അവർ 25-ൽ ഇത് രൂപീകരിച്ചപ്പോൾ മുന്നിൽ കണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് എന്തുകൊണ്ട്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് ഇന്ത്യയിൽ ധൈര്യമുള്ള ആൾക്കാരില്ല, ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവരില്ല. ഇന്ത്യയുടെ ഒരു ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മ പ്രവർത്തനമാണ്. ആ ധർമ്മത്തിന് വേണ്ടി ഊർജ്ജസ്വലമായി നിൽക്കുന്നവരില്ല, ഭീരുക്കളായിപ്പോയി. അപ്പോൾ അത് നമ്മുടെ ഒരു 10 നൂറ്റാണ്ട് കൊണ്ട് നമുക്ക് വന്നതാണ്. നമ്മളെ അടിച്ചമർത്തി എല്ലാ ഇൻവേഷനുകളും, എന്തൊക്കെ മുസ്ലിം ആയാലും പിന്നെ ഫ്രഞ്ച് ആയാലും ജർമ്മൻ ആയാലും ബ്രിട്ടീഷ് ആയാലും പോർച്ചുഗീസ് ആയാലും ഡച്ച് ആയാലും ഏത് ഇൻവേഷൻ വന്നിട്ടുണ്ടോ ആ ഇൻവേഷനുകളെല്ലാം നമ്മളെ അടിച്ചമർത്താനും നമ്മുടെ സംസ്കാരത്തിന് തകർത്താനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ അവസാനത്തെ ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ അത് ഭംഗിയായി മുതലെടുത്തു. അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയാണ് എടുത്തിരുന്നത്. അത് RSSന് പൂർണ്ണമായും മനസ്സിലായി. പലരും പക്ഷേ RSSനെ ആരംഭിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂളാണ് അവർ നടത്തുന്നത്. അങ്ങനെയല്ല. അവർ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇന്ത്യയിൽ ഹിന്ദുക്കളിലൊരു ഐക്യമുണ്ടാക്കുക. കാരണം ഇതിലത്തെ ഏറ്റവും വലിയ വിഭാഗം ഹിന്ദുവാണല്ലോ. അവരനൈക്യത്തിലായാൽ പിന്നെ ആർക്കും ഈ ഇന്ത്യയെ നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ അന്ന് ഏതാണ്ട് 90% വരുന്ന ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെ ഐക്യത്തോടെ നിലനിർത്തുക. ആ ഹിന്ദുക്കളെ ഐക്യത്തോടെ നിലനിർത്തണമെങ്കിൽ അവനിൽ ഓരോ വ്യക്തിയിലും തൻ്റെ കർമ്മം എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ധൈര്യം എന്താണ്, എങ്ങനെയാണ് ധൈര്യത്തോടു കൂടി നമ്മുടെ പ്രസ്ഥാനത്ത് നിലനിർത്താനായിട്ട് പോരാടേണ്ടത്, ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം.